പക്ഷേ ഇന്ന് ഓപ്പറേഷൻ കുബാര പോലെയുള്ള ഒരു ശക്തമായ നടപടി ഇതിനും ഉണ്ടായിട്ടില്ല. അത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ എറിയാൻ അറിയാവുന്ന ആളെന്ന അദ്ദേഹത്തിൻ്റെ വടി കിട്ടിയപ്പോൾ അത് ഉണ്ടായി. ഇനി പല നടപടികളുണ്ടാവും. പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലീസിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുളിങ്കുന്നിലെ പ്രശ്നം ആ ഒരു തരത്തിലുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ഈ രാത്രി തന്നെ ആഭ്യന്തരമന്ത്രി അക്കാര്യത്തിൽ ഇടപെടണം, നടപടി സ്വീകരിക്കണം. അദ്ദേഹം അറിഞ്ഞു കാണില്ല എന്നെനിക്ക് തോന്നുന്നു. ആലപ്പുഴയിൽ ജില്ലയിലെ മറ്റ് ഉണ്ടായ എല്ലാ സംഭവങ്ങളിലും ശക്തമായ ഇടപെടലുണ്ടായി. അപ്പോൾ പുളിങ്കുന്നിലുണ്ടായ സംഭവത്തിൽ ഒരു അമിതാവേശം അടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ചു എന്നുള്ളൊരു ആണ് ഈ കിട്ടിയിരിക്കുന്ന വിവരം. തീർച്ചയായിട്ടും ഈ രാത്രി തന്നെ ഇന്ന് തന്നെ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പോലീസ് സ്ഥിരം സംവിധാനമാണ്, ആരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. കേരള പോലീസ് എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡ് യാർഡിനൊപ്പം വിലമതിച്ചിട്ടുള്ള ഒരു ഫോഴ്സാണ്. അവരെ വിട്ടുകൊടുത്താൽ, അവരെ അനുവദിച്ചാൽ അവരെന്തും ചെയ്യുന്ന കഴിവുറ്റ ഒരു സേനയാണ് കേരള പോലീസ്. അവരെ ആരെപ്പോൾ എങ്ങനെ നയിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ ശക്തമായ നടപടികൾ ആഭ്യന്തര വകുപ്പിൽ നടപ്പാക്കിയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യമാണ്. ഓപ്പറേഷൻ കുബേര എന്നുള്ള നടപടി കൊണ്ട് വളരെയധികം സാധാരണക്കാരന് പ്രയോജനം ഉണ്ടായ നടപടിയാണ്. ഇനിയും ആ രംഗത്ത് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ പിന്നെ ഭൂമാഫിയ, അതുപോലെ ഈ തൊഴിലാളികളുടെ പേര് പറഞ്ഞുള്ള അട്ടിമറി, എന്തൊരു കൊള്ളയാണ് നടക്കുന്നത്. അതൊക്കെ പോലീസ് ഇടപെടണം. അദ്ദേഹം ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എനിക്കറിയാം, ആലപ്പുഴ ജില്ലയിലെ ഒരു LDF MLA അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമ്പസിൽ ഒരു ലോറിയിൽ വന്ന സാധനം ഇറക്കാൻ വേണ്ടി 3 തൊഴിലാളികൾ ചേർന്ന് 25,000 രൂപ അട്ടിമറി കൂലി ചോദിച്ചു, നോക്കുകൂലി ചോദിച്ചു. എനിക്കറിയാവുന്ന കാര്യമാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് 3 പേർക്ക് 25,000 രൂപ കിട്ടുന്ന എന്ത് ജോലിയാണ് ഇന്ത്യയിലുള്ളത്? അപ്പോൾ ഈ മാതിരി അട്ടിമറി, തൊഴിലാളിയുടെ പേരിലൊക്കെ ഉള്ള അട്ടിമറി കൂലി വാങ്ങൽ, അതുപോലെ തന്നെ നോക്കുകൂലി വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്കെതിരായിട്ടും ആഭ്യന്തര വകുപ്പും പോലീസ് നടപടി സ്വീകരിക്കാൻ. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ഡി സുഗതൻ, ഇപ്പോൾ മണ്ണഞ്ചേരിയിൽ പോലീസ് മർദ്ദനത്തിനിരയായ അൻസാരി എന്ന ചെറുപ്പക്കാരൻ ടെലിഫോണിലുണ്ട്. ശ്രീ അൻസാരി, എന്താണ് അന്നുണ്ടായത് എന്ന് താങ്കൾ ആ ദിവസം കേരളത്തോട് പറഞ്ഞതാണ്. ഇന്നിപ്പോൾ താങ്കളുടെ പരാതിയിന്മേൽ എന്തൊക്കെ നടപടികളാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്? താങ്കളെ കാരണമില്ലാതെ തല്ലിച്ചതച്ച പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, പുള്ളിനെ സസ്പെൻഡ് ചെയ്തില്ല. പോലീസുകാരെ ഇപ്പം മെഡിക്കൽ ലീവിലാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഒപ്പം ആ സംഭവത്തിൽ താങ്കൾക്കെതിരെ കേസുണ്ടെന്ന് തോന്നുന്നു. താങ്കൾക്ക് മർദ്ദനമേറ്റ ആ സംഭവത്തിൽ താങ്കൾക്കെതിരെ കേസ് നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു പോലീസ്, അല്ലേ? എനിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അവര് വധശ്രമത്തിനാണ് ആദ്യം കേസ് എടുത്തത്. ആ പോലീസുകാരനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്നും പറഞ്ഞ ആദ്യം കേസ് എടുത്തത്. പക്ഷെ അവിടെ നാട്ടുകാർ പ്രക്ഷോഭം ഉണ്ടാക്കിയതിനെ തുടർന്ന് അത് മാറ്റിയിട്ട് ഞാൻ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞാക്കി. താങ്കൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നേരെ കയ്യേറ്റം നടത്തി, വധശ്രമം നടത്തി എന്നാണ് പോലീസ് ആരോപിക്കുന്നത്. അന്ന് എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? താങ്കൾ അത്തരത്തിൽ പോലീസിനോട് എന്തെങ്കിലും വഴിവിട്ട് പെരുമാറിയോ? ഇല്ലില്ല, ഞാനും ഉമ്മയും കൂടെ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നായിരുന്നു. അപ്പൊ ആ വന്നപ്പോ തന്നെ പോലീസുകാരൻ ഭയങ്കര ചൂടായിക്കൊണ്ടാണ് 2 വട്ടം ഉമ്മച്ചിനെ ഉമ്മി ചോദ്യം ചെയ്ത്. അപ്പൊ ആ പോലീസുകാരൻ ഉമ്മീനെ മൊത്തമായി പിടിച്ച് വലിച്ചു മാറ്റി. അപ്പൊ അവിടെ ആൾക്കാരൊക്കെ നോക്കിയപ്പോ ഞാനും ചോദിച്ചു, സാറേ ഇത് ഞങ്ങളെ കേസായിട്ടൊന്നും കൊണ്ടുവന്നില്ല, ഒരു പരാതിക്ക് കൊണ്ടുവന്നതിന് ശേഷം പറഞ്ഞു നിനക്ക് എന്താണെന്ന് വെച്ചാൽ എന്നെ വലിച്ച അകത്തോട്ട് കൊണ്ടുപോയി. അപ്പൊ ആ പുള്ളി അവിടെ കട്ടളെ തട്ടി താഴെ വീണു. നേരെ എണീച്ചത് എന്റെ മോന്തക്കിട്ട് അടിച്ചു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാരും കൂടെ വന്ന് അവിടുത്തെ കഥകും പൂട്ടി എന്നെ പിടിക്കാൻ തുടങ്ങി. ഞാൻ ഒച്ച ഉണ്ടാക്കി എന്റെ കയ്യിൽ വിലങ്ങെടുത്തിട്ട് അത് കഴിഞ്ഞ് എന്നെ അവിടെ പുറത്ത് കിടത്തി വിലങ്ങ് വിട്ട് ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്തോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ അമ്മ എന്നെ കയറി കെട്ടിപ്പിടിച്ചു. അപ്പൊ ഉമ്മച്ചിന്റെ കൈയെല്ലാം കൂടെ പിടിച്ച് തിരിച്ച് എടുത്ത് മുടി കുത്തി പിടിച്ചിട്ട് പറിച്ച് പുറത്തിട്ടു. അത് കഴിഞ്ഞ് എന്നെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് എന്റെ ഇതായിരുന്നു വിലങ്ങിടിപ്പിച്ചിട്ട് എന്റെ പാന്റ് വരെ പോലീസുകാർ ഉരിപ്പിച്ചു. ഞാൻ പുറത്തോട്ട് പിന്നെ കൊണ്ടുപോകുമ്പോൾ ഉമ്മച്ചി ബോധം കെട്ടാത്ത ഇന്നെ കിടക്കണ കാണാം. എന്നിട്ട് വെള്ളം പോലും അവർ അങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ ഓടി വന്നിട്ട് ആ ഉമ്മച്ചിക്ക് വെള്ളമെല്ലാം ഒഴിച്ച് ഞാൻ പോലും ചോദിച്ചിട്ട് എനിക്ക് കൊണ്ട് തന്നില്ല. ഞങ്ങൾ രാവിലെ ഒന്ന് കഴിക്കാൻ അവിടെ ചെന്നാ. എന്നിട്ട് പിന്നെ നാട്ടുകാർ കൂടി എനിക്ക് വെള്ളം തന്നു. ഇത്ര ഇടിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വയ്യെന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. അങ്ങനെ ഈ വന്ന എല്ലാരും കൂടെ ഞങ്ങളെ കൊണ്ടുവരുന്നു ഹോസ്പിറ്റലിൽ. അവിടെ ചെന്നപ്പോ മോമ്മേലെ പോലീസുകാർ പറഞ്ഞു ഒന്നുമില്ല, എടുക്കേണ്ടെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു. കേസ് നോക്കിയിട്ട് പറഞ്ഞില്ല, പാടുണ്ട്, ഇവിടെ എടുക്കാതെ വേറെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാൻ വരെ പറഞ്ഞു. കേട്ടില്ലേ ശ്രീ ഡി സുഗതൻ, അന്നുണ്ടായത് താങ്കൾക്കറിയാത്തതല്ല, താങ്കൾ കൂടെ അത് കേട്ടതാണ്. താങ്കൾ ആ പോലീസുകാരെയും അഭിനന്ദിക്കാനോ അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനുമല്ല. താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ താങ്കളും കൂടെ അവർക്കെതിരാണ്. പക്ഷെ നോക്കൂ, ആ ചെറുപ്പക്കാരനെ ഉമ്മയ്ക്ക് നേരെ കൈ പൊക്കിച്ചെന്ന ഒരു പോലീസുകാരനെ തടഞ്ഞു പോയി എന്നതാണ്. കൈ രണ്ടും വിലങ്ങിട്ട് ഈ കാണുന്ന ചെറുപ്പക്കാരനെ, പ്രായത്തിൽ വളരെ കുറവുള്ള ചെറുപ്പക്കാരനെ പോലീസുകാരെല്ലാം ചേർന്ന് നിലത്തിട്ട് ആ തോതിൽ മർദ്ദിക്കുകയായിരുന്നു. ഇതാണ് സംഭവിച്ചത്. പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ പ്രസ്താവന അവിടെയുണ്ട്. പക്ഷേ അതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ പോലീസുകാർ ഇങ്ങോട്ട്
ഇയാൾക്ക് നേരെ വധശ്രമത്തിന് കേസ് കൊടുത്ത് ആശുപത്രിയിൽ മെഡിക്കൽ ലീവിൽ കഴിയുകയാണ്. ആരാണ് അവിടെ ജയിക്കുക? സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ സ്വാധീനമോ മറ്റ് പണത്തിൻ്റെ ശക്തിയോ ഇല്ലാത്ത ഈ ചെറുപ്പക്കാരൻ തോറ്റുപോകും. പോലീസുകാർ സംഘടിതമായി ഈ കേസ് നാളെ മറവിയിലേക്ക് പോവുകയും ചെയ്യും. സ്വാഭാവികമായും അതിനുശേഷം പുളിങ്കുന്നിലുണ്ടായതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും. രമേശ് ചെന്നിത്തല കാര്യപ്രാപ്തിയുള്ള ഒരു ആഭ്യന്തരമന്ത്രിയാണ്. കാര്യങ്ങൾ അദ്ദേഹം ഇടപെടുന്നുണ്ട്, വലിയ രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ നമ്മുടെ പോലീസുകാർ ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന, ഒറ്റയ്ക്ക് ഈ പോലീസുകാർക്കിടയിൽ തല്ലുവാങ്ങാനായി പെട്ടുപോകുന്ന ഈ ചെറുപ്പക്കാർ, നാട്ടുകാർ എങ്ങനെയാണ് വിശ്വസിക്കുക രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇത്തരം വാക്കുകളെ? ഞാനൊരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, എനിക്ക് നിയമം അറിയാം. അപ്പം നിയമത്തിൻ്റെ വഴിക്ക് പോകാൻ പറ്റൂ. ഒരു മാധ്യമ വിചാരണയാണ് ഇവിടെ നടന്നത്. അതല്ല ആവശ്യം. മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസുകൾ എടുക്കുന്നത്. ഒരു പ്രഥമ വിവരമനുസരിച്ച് കേസുകൾ എടുക്കും, അന്വേഷിക്കും. അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ കുട്ടിയുടെ മൊഴിയിൽ തന്നെ കാണാം, അതിന് മതശ്രമത്തിന് കേസെടുത്തു, നാട്ടുകാരുടെ പ്രക്ഷോഭണം ഉണ്ടായപ്പോൾ അത് മാറ്റിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മാധ്യമ വിചാരണയുടെ കാര്യത്തിൽ ആവശ്യം നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അവിടെ IPC ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഒക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. അതിൻ്റെ നടപടിക്കനുസരിച്ച് പോകാൻ പറ്റൂ. മൊഴി അനുസരിച്ചാണ് കേസെടുക്കുന്നത്. ഏതായാലും ഈ മണ്ണഞ്ചേരി പ്രശ്നത്തിൽ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇടപെട്ട കേസാണ്, നടപടി ഉണ്ടാവും, യാതൊരു സംശയം വേണ്ട. തീർച്ചയായും വിശ്വസിക്കേണ്ടതില്ല ശ്രീ MV ജയരാജൻ. നിയമത്തിൻ്റെ വഴിക്ക് പോവുക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾക്കൊപ്പം നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും അവരങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാവില്ല. നാട്ടുകാർ വന്ന് പരാതിപ്പെട്ടതിനെ തുടർന്ന് കേസിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ആ ചെറുപ്പക്കാരൻ തന്നെ പറയുന്നുണ്ട്. അവിധത്തിൽ കാര്യങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇടപെടൽ, അത് ഏത് പാർട്ടിയുടേതാണെങ്കിലും, D സുഗതനാണെങ്കിലും MV ജയരാജനാണെങ്കിലും ഈ തല്ലേറ്റ ആളുകളുടെ കൂടെ തന്നെയാണ് നിൽക്കുക. പക്ഷേ എന്തുകൊണ്ട് വീണ്ടും ഇക്കാര്യങ്ങളിൽ ഇടപെടൽ ഉണ്ടാവുകയും സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പോലീസിൽ ഒരു വിഭാഗം ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ചോദ്യമുണ്ട്. എങ്ങനെയാണത് തടയാനാവുക? ശക്തമായ നടപടി ഉണ്ടായാലേ തടയാൻ കഴിയും. നിയമത്തിൻ്റെ വഴിയേ അല്ല പോകുന്നത്. നിയമം പോലീസ് ക്രിമിനലിസത്തിലൂടെയാണ് പോകുന്നത്. ഇതിനെ തടയാൻ കഴിയണമെങ്കിൽ പോലീസ് സേനയിൽ അവരുണ്ടാകാൻ പാടില്ല. മണ്ണഞ്ചേരി സംഭവം പ്രാകൃതമാണ്. ഉമ്മയെ ഒരാൺ പോലീസ് തല്ലാൻ പോകുന്നു. അപ്പോഴാണ് സ്വന്തം മകൻ, സാറേ ഞങ്ങൾ പരാതി നൽകാൻ വന്നതാണ്, ഞങ്ങൾ മറ്റൊന്നിനും വന്നതല്ല എന്ന സങ്കടം പറയുന്നത്. ഈ സങ്കടം ആരോടാ പറയേണ്ട? ജനങ്ങൾ, പോലീസിനോടല്ലാതെ. കാക്കി യൂണിഫോം ഇട്ടവരോട് കാണിക്കേണ്ടുന്ന ബഹുമാനം നിയമത്തോടുള്ള ബഹുമാനമാണ്. അവർ നിയമലംഘനമാണ് നടത്തുന്നത്. നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പാലക്കാട് ആദിവാസി പെൺകുട്ടി, ഒരു തോട്ടം ഉടമയായ കോൺഗ്രസ് നേതാവ് ശ്രീ സുഗതൻ അന്വേഷിക്കണം, ക്രൂരമായി ബലാത്കാരം ചെയ്തു. എന്നിട്ട് പോലീസ് ചെയ്തത് എന്താ? അവരുടെ കുടുംബത്തിൽപ്പെട്ടവരെ ബന്ദിയാക്കി പരാതി പിൻവലിക്കാൻ. മണ്ടഞ്ചേരി കണ്ടതെന്താ? ഉമ്മയും മകനും പരാതിയുമായി പോയി. പോലീസിൽ നിന്ന് ക്രൂരമായ തല്ല്. ഏത് നിയമം അനുസരിച്ചാണ് വിലങ്ങ് വെച്ച് അൻസാരിയെ? പക്ഷേ അൻസാരി കേസിൽ പ്രതി, അൻസാരി കൊടുത്ത പരാതിയിൽ ഒരു നടപടിയുമില്ല. പോലീസുകാർ നടത്തിയ കയ്യേറ്റത്തിന് പോലീസ് സേനയിൽ താമ്രപത്രം. അതല്ലേ പുളിങ്കുന്നത്ത് ദളിത് യുവാക്കൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ തല്ലാനിടയാക്കിയത്? അപ്പോൾ ആദിവാസി യുവതിയെ ബലാത്കാരം ചെയ്തപ്പോൾ പോലീസ് ഇരകളെ സംരക്ഷിക്കുന്നതിന് പകരം അതിന് നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കാൻ ക്രൂരമായ രീതിയിൽ നിയമം ലംഘിച്ചു. ഇവിടെ ആലപ്പുഴയിൽ 2 സംഭവത്തിലും അത് ആവർത്തിച്ചു. ഇത് തുടരുകയാണ്. ഈ 145 നമ്മുടെ ബ്ലേഡ് മാഫിയക്ക് ബന്ധമുള്ള പോലീസ് സേന അംഗങ്ങളെ എന്ത് ചെയ്തു? ചെയ്യേണ്ടത് നാം കണ്ടല്ലോ. ഒരു SP രാഹുൽ നായർ, അദ്ദേഹം 17 ലക്ഷം രൂപയാണ് കൈക്കൂലി വാങ്ങുന്നത്. കേരളം ഞെട്ടിപ്പോയി. ഒരു SP ആണ് 17 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നത്. അവശേഷിക്കുന്ന 3 ലക്ഷം രൂപക്ക് കൈ നീട്ടുകയാണ്. കേരളത്തിൽ ഇതെങ്ങനെ ധൈര്യം വരുന്നു? പക്ഷേ ശ്രീ MV ജയരാജൻ, ഈ രാഹുൽ നായരുടേത് കാര്യം അടക്കമുള്ള കാര്യങ്ങളിൽ സംശയങ്ങളുമുണ്ട്. ഈ ഖനി മാഫിയക്കെതിരെ, ക്വാറി മാഫിയക്കെതിരെ വലിയ ശക്തമായ നടപടി എടുത്തതുകൊണ്ട് അദ്ദേഹത്തെ പെടുത്തിയതാണ് എന്ന മട്ടിലുള്ള പത്രവാർത്തകളും ഈ ദിവസങ്ങളിൽ തന്നെ വായിക്കാനായിട്ടുണ്ട്. ഇതിപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തെ, കോൺഗ്രസിനെയോ UDF-നെയോ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോലീസിനെ ഒരു തരത്തിൽ നിർവീര്യമാക്കുന്നതിൽ CPM കൂടെ പങ്കാളികളാണ്. മറുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനുകളിൽ ചെന്ന് പോലീസുകാരെ ഭീഷണിപ്പെടുത്തുക, അവരെടുക്കേണ്ടുന്ന നിയമ നടപടികൾ ഇന്നതാണ് എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, സുതാര്യമായിട്ടും കൃത്യമായും എടുക്കേണ്ടുന്ന നടപടികളിൽ നിന്ന് അവരെ തടയുക എന്ന കാര്യങ്ങളൊക്കെ CPM ചെയ്തിട്ടുണ്ട് എന്നതിന്
ആക്ഷേപങ്ങളുണ്ട്, അതിന് ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾക്ക് തെളിവുകളുമുണ്ട്. ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കാലത്തും പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഇടതുപക്ഷം തയ്യാറായിട്ടില്ല. പോലീസിനെ നിയമമനുസരിച്ച് പ്രവർത്തിക്കാൻ വിടുകയായിരുന്നു. ജനമൈത്രി പോലീസ് എന്ന സങ്കല്പം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് നായനാർ മുഖ്യമന്ത്രിയായപ്പോൾ തുടങ്ങിയത്. പോലീസും ജനങ്ങളും തമ്മിലുള്ള സൗഹൃദമാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ പോലീസ് നിയമപാലകരും സംരക്ഷകരുമാവണം. അതിനുവേണ്ടിയുള്ള നടപടിയാണ് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ചെയ്തത്. അതിന് പ്രാപ്തരായ കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലീസ് സേനയിൽ നിയമപരിപാലകരായിട്ട് വിനിയോഗിച്ചു. അതാണ് ഇടതുപക്ഷം ചെയ്തത്. ഇന്ന് അതല്ല ചെയ്യുന്നത്. ഏറ്റവും പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പടിക്ക് പുറത്താണ്. അലക്സാണ്ടർ ജേക്കബിനെ പറഞ്ഞയച്ചു. ഇപ്പോൾ ഇതാ നമ്മുടെ കൃഷിരാജ് സിംഗും ആ വഴിയിലേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പോലീസ് സേനയിലുള്ള മിടുക്കന്മാർ, ജനമൈത്രി പരിപാലിക്കുന്നവർ പോലീസ് സേനയിൽ നിന്ന് പറഞ്ഞയക്കപ്പെടുന്നു. ക്രിമിനലുകൾ അവിടത്തേക്ക് എത്തുന്നു. ഇതാണ് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത്. അത് മാറ്റണം. താങ്കളിലേക്ക് ശ്രീ കുഞ്ഞുമൊയ്തീൻ കുട്ടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യം പ്രസക്തമല്ലേ? അത് ആ മട്ടിൽ തന്നെ മുഖവിലക്ക് എടുക്കേണ്ടതല്ലേ? ഋഷിരാജ് സിംഗിന്റെയും രാഹുൽ ആർ നായരുടെയും ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഉദ്യോഗസ്ഥനെ CPIM-ന്റെ കണ്ണിലെ കരടാണ്. അദ്ദേഹം ചെന്നുപെട്ടിരിക്കുന്ന ഒരവസ്ഥ യെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ പോലും അതിൻ്റെ വസ്തുത ഏതെങ്കിലും വിധത്തിൽ പുറത്തു കൊണ്ടുവരാൻ ആകും വിധത്തിലുള്ള നിലപാട് സ്വാഭാവികമായും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല. ഋഷിരാജ് സിംഗ് ആണെങ്കിൽ മറ്റൊരു കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് സർക്കാരിൻ്റെ UDF സർക്കാരിന് എതിർപക്ഷത്ത് നിൽക്കുന്നുവെന്ന തോന്നലാണ് ഇപ്പോഴുണ്ടാകുന്നത്. ഇതിലേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തുക എന്നത് സ്വാഭാവികമായും സാധ്യമായിട്ടുള്ള കാര്യവുമല്ല. രാഷ്ട്രീയ നേതൃത്വം, രാഷ്ട്രീയ പ്രവർത്തനം അതിശക്തമായിരിക്കുന്ന ഒരു സ്ഥലത്ത് പോലീസ് സേനയുടെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാ കാര്യത്തിലും കർശനമായി നിയമം മുറുകെ പിടിച്ച് നടപടിയെടുക്കുക എന്നത് അസാധ്യമാകുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ടോ? അങ്ങനെ അസാധ്യമാകുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരിക്കെ ഈ സ്വതേ ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ, മനസ്സുള്ള ആളുകൾ എത്തിപ്പെട്ടിരിക്കുന്ന അവരുടെ അധികാര കുപ്പായത്തെ ഉപയോഗിച്ച് സാധാരണക്കാരൻ്റെ മേൽ അവരുടെ തേർവാഴ്ച നടപ്പാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളത് മിസ്റ്റർ സനീഷിനും എനിക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഋഷിരാജ് സിംഗിനെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥന് അവധിയെടുത്ത് പോകാനുള്ള സാഹചര്യം ഏത് ഗവൺമെൻറ് സൃഷ്ടിച്ചാലും അത് ഭൂഷണമല്ല പോലീസിനെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ഇവിടെ കണ്ട ക്ലിപ്പിങ്സിനകത്തുനിന്ന് നമുക്ക് വളരെ പുച്ഛം തോന്നുകയാണ്. പോലീസിൻ്റെ ഈ 307 കൊലപാതക ശ്രമത്തിന് വേണ്ടി ആ പാവപ്പെട്ട പയ്യനും ഉമ്മയും ശ്രമിച്ചു എന്ന് കാണിക്കുന്നത്. ആ FIR എടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ ആ പേന കയ്യിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ സസ്പെൻഡ് ചെയ്യേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അയാൾക്കെതിരെ കേസെടുക്കണം. ആ പയ്യനെ ഞാൻ ക്ലിപ്പിങ്സിന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോക്കൽ പോലീസുകാരനല്ല, ഒരു ആംഡ് ബറ്റാലിയൻ പോലീസുകാരനാണ് അതിനകത്ത് ആ ക്രൂരമായ മർദ്ദനത്തിന് ശേഷം അണ്ടർവെയർ പൊക്കി കാണിക്കുകയും ഇടിക്കുകയും ചെയ്യുന്നത് കണ്ടാലറിയാം അയാൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആംഡ് ബറ്റാലിയനിൽ നിന്ന് വന്നിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്, ലോക്കൽ പോലീസുകാരനല്ല. അതെനിക്ക് അറിഞ്ഞുകൂടാ എത്രമാത്രം ശരിയാണെന്ന്. ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ദൃശ്യം ഒന്ന് കാണുക. ആ പൊക്കി തുണി പാറ്റിക്കൊണ്ടിരിക്കുന്ന ആൾ ആംഡ് ബറ്റാലിയൻ പോലീസുകാരനാണ്. അത് സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വന്നതാണ്. ഇതുപോലെയുള്ളവരുടെയൊക്കെ പേര് 302 അല്ലെ 307 ഇവരുടെ പേരിലാണ് കേസെടുക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അല്ലെങ്കിൽ ഈ പോലീസ് സേന നന്നാകുകയില്ല. 4-5 പേര് 10 വയസ്സുള്ള അല്ലെങ്കിൽ 15 വയസ്സുള്ള 18 വയസ്സുള്ള ഒരു പയ്യനെ ഇട്ടുകൊണ്ട് ക്രൂരമായി ചെന്നായ്ക്കൾ ചവിട്ടി ചീറ്റുന്ന പോലെ ചീറ്റുന്ന, സ്വന്തം മാതാവിനെ അടിക്കുന്ന കണ്ട് അവൻ കയ്യും കെട്ടി സല്യൂട്ട് ചെയ്ത് നിൽക്കണമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ആ നോക്കുന്നു, ആ കാണുന്ന ക്ലിപ്പിങ്സിനകത്ത് ആ പോലീസുകാരൻ ആംഡ് ബറ്റാലിയനിൽ നിന്ന് വന്ന പോലീസുകാരനാണെന്ന് എനിക്ക് തോന്നുന്നു, ലോക്കൽ പോലീസുകാരനല്ല. അല്ലെങ്കിൽ ആ തൊപ്പികൾ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെയൊക്കെ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ ഈ റോഡറി കിങ്സ് എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവറെ അമേരിക്കയിലുള്ള സാൻ ഫ്രാൻസിസ്കോയിലോ 2-4 പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് ഇതുപോലെ ക്ലിപ്പിങ്സ് എടുത്ത് കാണിച്ചിട്ട് ആ പ്രദേശം മുഴുവൻ, ആ പട്ടണം മുഴുവൻ തീ പിടിക്കത്തക്ക രീതിയിലുള്ള പ്രക്ഷോഭണമായിട്ട് റോഡറി കിങ്ങിനെന്ന് പറയുന്ന ഡ്രൈവറെ തല്ലിയതിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട്.